3 മണി സമയം, രാത്രി 3 മണി സമയം. അപ്പം വീട്ടിലുള്ളവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. സൗണ്ട് കേട്ട് ഇവിടുത്തെ ഗൃഹനാഥൻ രവി എഴുന്നേറ്റ് ഭാര്യേനെ വിളിച്ചു. ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മകനകത്ത് കിടന്ന് ഉറക്കമായിരുന്നു. മകനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ കയറി പോകുന്ന സമയത്ത് ഭർത്താവ് വെളിയിൽ നിൽക്കുന്നു, ഭാര്യ മകനെ വിളിക്കാൻ കയറി പോകുന്നു. ആ സമയത്താണ് ഈ പെരസഹിതം വന്നു പോകുന്നത്. മകൻ രക്ഷപ്പെട്ടു. ഭാര്യയുടെ ഒരു പകുതി ഭാഗം മണ്ണിന് മുകളിലായിരുന്നു. അപ്പം ഭർത്താവ് വേഗം പുള്ളിനെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് പൊക്കിയിട്ട് പൊങ്ങലായിരുന്നു. അടുത്ത ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവരെ വെള്ളം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിച്ചത്. ജിൽസി, ആ സംഭവത്തിന്റെ ഒരു ദാരുണമായ സാഹചര്യം എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ തന്നെയും മനസ്സിലായിരുന്നല്ലോ. 3 പേരടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ താമസിക്കുകയായിരുന്നു. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ഉരുൾ പൊട്ടിയെത്തുന്നത്. ശബ്ദം കേട്ട് ഗൃഹനാഥൻ എഴുന്നേറ്റ് രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ദാരുണമായി അവസാനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ അങ്ങ് ഒലിച്ചു പോയിരിക്കുകയാണ്. ഒരു പ്രദേശം താഴോട്ട് വലിയ വിശാലമായി അങ്ങ് ഒലിച്ചു പോയിരിക്കുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് താഴെ മറ്റ് വീടുകളൊന്നും ഉണ്ടായില്ല, ആളുകൾക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഉരുൾപൊട്ടൽ സംഭവിച്ച ഈ സ്ഥലത്തെ ഒരു വീട് മാത്രമാണ് ഇവിടെ തകർന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഈ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇനി അത് തീർത്തും ഉപയോഗശൂന്യമാണ് എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ഏതായാലും ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ കുടയത്തൂരിലെ സാഹചര്യമാണെങ്കിൽ തൊട്ടപ്പുറം ആലക്കോട് മണ്ണിടിഞ്ഞ് 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊരു മരണം കൂടി ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ ഇതേപോലെ തന്നെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ കുടുങ്ങിക്കിടക്കുകയും അയാളെ രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് അയാൾ മരണമടയുകയും ചെയ്തിട്ടുണ്ട്. വൈക്കം സ്വദേശി വിശ്വംഭരനാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അയാളുടെ മൃതദേഹം ഇപ്പോഴും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മണ്ണിടിച്ചിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് കട്ടപ്പനയിൽ മണ്ണിടിഞ്ഞ് പോലീസ് വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. കൂടാതെ ദേശീയപാത 85 വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയുടെ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളടക്കം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം ക്രമീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴ ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. ജില്ലയിൽ എമ്പാട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം